പക്ഷെ ഇതുപോലത്തെ ഒരു ഷോപ്പിംഗ് ചാലഞ്ച് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഏകദേശം ഒരു ടൈം നമുക്ക് അറിയണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഇതുവരെ ഷോപ്പിംഗ് ചാലഞ്ച് ചെയ്തത് ഇപ്പൊ ഈ അടുത്തായിട്ട് ചെയ്തത് 1.5 മണിക്കൂർ സമയത്തിനുള്ളിലല്ലേ. പക്ഷെ ഇത് ഞങ്ങൾക്ക് എത്ര സമയം അറിയില്ല, എന്താ വാങ്ങേണ്ടതെന്ന് അറിയില്ല. സാധാരണത്തിലും കുറച്ചുകൂടെ കൂടുതൽ ഇത്തവണ നിങ്ങൾ ഓടേണ്ടി വരും. അപ്പൊ ചാലഞ്ചിന്റെ റൂൾസ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാരും കൂടെ ഒരു മോളിലോട്ട് പോകും. ഞാൻ മോളിൽ കൊണ്ടിറക്കും. ഞാനും വരും. ആ കാറിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു ലോട്ട് തരും. ആ ലോട്ടിൽ ഒരു ഐറ്റം ഉണ്ടാവും. ആ ഐറ്റം ആയിരിക്കും നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരിക. അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ടൈമറിന്റെ ഒരു ലോട്ട് കൂടെ ഉണ്ടാവും. ആ ലോട്ടിൽ നിന്ന് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ എത്ര മിനിറ്റ് സമയം ഉണ്ട് എന്നും കൂടി ഉണ്ടാവും. ആ മിനിറ്റിന്റെ ഉള്ളിൽ ആ സാധനം ആ മോളിൽ എവിടെയാന്നുള്ളത് വെച്ച് കഴിഞ്ഞാല് പോയി പർച്ചേസ് ചെയ്ത് തിരിച്ച് കാറിൽ കയറണം. അതെ, കണ്ടുപിടിച്ച് എത്ര ദൂരെയാണെങ്കിലും പോയി വാങ്ങി ആ സമയത്തിനുള്ളിൽ കാറ് കയറണം. പിന്നെ വേറെ റൂളും കൂടെ ഉണ്ട്. മോളിന്റെ ഉള്ളിൽ കയറി 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എത്ര മിനിറ്റ് ആണ് ടൈമർ കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ അറിയുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് ആ ലോട്ട് തുറന്നു നോക്കാൻ പറ്റുള്ളൂ. അതൊന്നും പറയാൻ പറ്റില്ല. ഓരോരോ തോന്നിയ സമയം എഴുതും. 1 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്താ വിചാരിച്ചെന്നറിയാദ്യോ, നമ്മളോട് ഒരു സാധനം വാങ്ങിക്കാൻ പറയും, പക്ഷെ ടൈം തരൂല. ഏതെങ്കിലും ഒരു ടൈമിന് ഞങ്ങൾ വരണം. ആ ഒരു ഇതാ വിചാരിച്ചത്. ഞാൻ തരുന്ന സാധനം ഞാൻ തരുന്ന സീക്രട്ട് ടൈമിന്റെ ഉള്ളിൽ വാങ്ങിയിട്ട് തിരിച്ച് കാറിൽ കയറണം. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ പറ്റില്ല കേട്ടോ. എല്ലാം കൂടെ കിട്ടുന്ന സ്ഥലല്ലേ ഹൈപ്പർ മാർക്കറ്റ്. ഹൈപ്പർ മാർക്കറ്റ് കയറാൻ പറ്റില്ല. അപ്പൊ എന്നാ പോയാലോ? ഇവിടെ കറണ്ട് പോയി, നല്ല ചൂടെടുത്ത് ഒരു ബാഗ് മാത്രമേ ഉള്ളൂ. കളർ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഏത് കളറിൽ എന്തൊക്കെ വാങ്ങണമെന്ന് തലയിൽ ആലോചിച്ച് വെക്കണ്ട്. ഇതിപ്പോ നമുക്ക് സീക്രട്ട് ആണല്ലോ, ഒന്നും അറിയല്ലോ, അപ്പൊ ഒന്നും ആലോചിക്കല്ലോ. ഏതായാലും നമ്മളിപ്പോ പുറത്തോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇന്നാണെങ്കിൽ ഫുൾ ടൈം പുറത്തുമായിരിക്കും. അപ്പൊ എന്തായാലും നല്ല സ്കിന്നൊക്കെ നല്ല ടേക്ക് കെയർ ചെയ്തിട്ട് വേണം പുറത്തോട്ട് പോകാൻ. ഇപ്പൊ എന്റെ മുഖത്തുള്ള പിമ്പിൾസ് ഒക്കെ കുറെ കുറവില്ലേ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇന്ത്യ സ്കിൻ കെയർ ചെയ്തിട്ട് നമുക്ക് നേരെ പുറത്തോട്ട് പോവാം. ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ഈ ഹിമാലയ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷ് ആണ് ഗൈസ്. നീമിന്റെ ഇലകൾ മാത്രമല്ല, നീമിന്റെ ചെടിയുടെ 5 ഭാഗങ്ങളുടെ മുഴുവൻ ഗുണങ്ങളും ഇതിലുണ്ട്. മാത്രമല്ല ഈ പ്രൊഡക്റ്റ് പിമ്പിൾസ് കുറയ്ക്കാനും വീണ്ടും പിമ്പിൾസ് വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. ഇന്നത്തെ ചാലഞ്ച് ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യില്ല. പക്ഷേ പിമ്പിൾ എപ്പിസോഡ്സ് അത് ഞാൻ എപ്പോഴേ സ്കിപ്പ് ചെയ്തു. അതിനുവേണ്ടി ഹിമാലയ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷ് മാത്രം മതി. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും ഹിമാലയയുടെ ആപ്പിലും വെബ്സൈറ്റിലും പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ വേണ്ടവർ എന്തായാലും പർച്ചേസ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ ചാലഞ്ചിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ മോളുടെ പാർക്കിംഗ് ലോട്ടിൽ എത്തിയിരിക്കുകയാണ്. കൊണ്ടിടാൻ വേണ്ടി പോവാണ്. നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട സാധനം തരട്ടെ? എടുത്ത് തുറന്നൊക്കെ പറ്റുമോ? ഓ, ഇപ്പൊ തുറന്നു പറയാൻ പറ്റുമോ? തമ്മിൽ പറയാൻ പറ്റുമോ? യെല്ലോ ടെഡി. എനിക്ക് ബ്ലാക്ക് മാറ്റ് ആണ് ഗൈസ് കിട്ടിയത്. ബ്ലൂ വാട്ടർ ബോട്ടില്. സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ ടൈമർ വേണ്ടേ? എനിക്ക് എന്താന്ന് കത്തി കഴിച്ച് എനിക്ക് സമാധാനമായി. പൈസക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ലല്ല, പൈസ കുഴപ്പമില്ല, ബഡ്ജറ്റ് ഒന്നുമില്ല. നിങ്ങള് നോക്കിക്കൊണ്ട് വാങ്ങാം. ഓക്കെ, മാർക്കറ്റിൽ കയറാൻ പറ്റില്ല. അതെ, ഓക്കെ. അവിടെയാണ് ഞങ്ങൾ എല്ലാരും അവിടെ തന്നെ ആയിരിക്കും. കാര്യം താഴെ തന്നെയാണല്ലോ, സുഖമായിട്ട് പോവാ. ഈ ടൈമാണല്ലേ നിങ്ങളെ ടൈമർ? അതായത് മോളിൽ എൻ്റർ ചെയ്തിട്ട് 1 മിനിറ്റ് ഡിസ്ക്വാളിഫൈഡ് ആവുന്നു. മോളിൽ കയറി കഴിഞ്ഞിട്ട് 1 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. നിങ്ങൾ ഇവിടുന്ന് മോളിലോട്ട് എൻ്റർ ആവുന്ന സമയത്ത് മാത്രമേ ഞാൻ ടൈമർ വെച്ച് തുടങ്ങുള്ളൂ. ആ ടൈമർ എന്താന്ന് എനിക്കറിയാം. റെഡി അല്ലേ? ഇറങ്ങിക്കോ. 3, 2, 1 ഗോ. എനിക്ക് ബ്ലാക്ക് മാറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ സാധനം കിട്ടിയിരുന്നു. പക്ഷെ അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരെ മുകളിലേക്ക് കയറാണ് കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും പോയേക്കാം. എനിക്കൊരു ഐഡിയ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെഡി നമുക്ക് മറ്റേ ഇവിടെ തന്നെ താഴെയുള്ളൊരു സോഫ്റ്റ് ടോയ്സ് ഒക്കെ കിട്ടുന്നൊരു കട ഉണ്ട്. അവിടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് വലിയ പേടിക്കാനില്ല. ബ്ലൂ വാട്ടർ ബോട്ടിൽ നമുക്ക് ഒന്നെങ്കിലും സ്കൂൾ മാർട്ടിൽ നിന്ന് വാങ്ങാം. അതല്ലെങ്കിൽ മിസ്റ്റർ DIY. എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഗൈസ് എങ്ങോട്ടാണ് പോകേണ്ടത്. 31 ആവുന്ന സമയത്താണ് ഗൈസ് നമ്മൾ എത്ര മിനിറ്റിലാണ് ഷോപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കേണ്ടത് കേട്ടോ. എനിക്ക് വേണ്ട കടയിലെത്തി ഗൈസ്. ഫാമിലീസിലാണ് ഞാൻ പോകാൻ പോകുന്നത്. അവിടെ എല്ലാ ടെഡി ഞാൻ കാണുന്നുണ്ട്. ഷാമി എവിടെ ഒന്നും കൂടി അറിയില്ല.
1 മിനിറ്റിന് ശേഷമുള്ള നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാമറയിൽ റെക്കോർഡ് ആവുന്നത് 1 മിനിറ്റിന് ശേഷം കൃത്യമായിട്ട് ഞാൻ നോക്കും. അപ്പം ഈ ടൈമും കറക്റ്റ് തന്നെ ആയിരിക്കും. ഒരു 5 മിനിറ്റൊക്കെ കിട്ടിയ സുഖമായിരുന്നു ഗൈസ്. കാരണം അത് ബില്ലടിച്ചിട്ട് വരണം. ഗൈസ് ഇന്നിവിടെ നല്ല തിരക്കുണ്ട്. എനിക്ക് നാളായിട്ട് വയ്യ. അഞ്ചീസ് അയ്യോ ഏതോ വഴിക്ക് പോയി. ഒരെണ്ണക്കാട്ട് ഇത്ര മുകളിലെത്തി ഗൈസ്. 1 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സമയം എത്ര കിട്ടിയെന്നുള്ളത് നോക്കട്ടെ. അതാ 4:31 സമയം. 4:30 ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് എത്ര മിനിറ്റ് കൊണ്ട് ഷോപ്പ് ചെയ്യണ്ടെന്ന് നോക്കട്ടോ. ഇപ്പം ഞാൻ മുകളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിഞ്ഞ് ഗൈസ്. ഇനി എൻ്റെ കയ്യിലുള്ള ലോട്ട് തുറന്നു നോക്കാം എനിക്ക് എത്ര ടൈമാണ് ബാക്കിയുള്ളതെന്ന്. അതിനനുസരിച്ചിട്ട് വേണം ഇനി ഓടണം എന്നുണ്ടെങ്കിൽ. 7 മിനിറ്റ് ഉണ്ട് ഗൈസ് എനിക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിത് അവിടെ ടെഡികൾ കുറേ ഉണ്ട് കേട്ടോ. അവിടെ ഏതെങ്കിലും ഒന്ന് വാങ്ങാം. എനിക്ക് 7 മിനിറ്റ് ടൈമാണ് ഗൈസ് ബാക്കിയുള്ളത്. 7 മിനിറ്റില്ല 6 മിനിറ്റ് സമയമാണ് എനിക്കിനി ബാക്കിയുള്ളത്. 1 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞല്ലോ. അപ്പോൾ 6 മിനിറ്റ് കൊണ്ട് ഞാൻ പോയിട്ട് മാറ്റ് വാങ്ങിയിട്ട് വരാം ഗൈസ്. 7 മിനിറ്റ്സ് ബിൽഡ് ചെയ്തല്ല കൂടെ കഴിയാൻ എനിക്കറിയാൻ പാടില്ല ഗൈസ്. ബോട്ടിലാണ്, ബ്ലൂ കളർ ബോട്ടിൽ കിട്ടി. ഇപ്പം സമയം 4:33. 4:38 ആകുമ്പോഴത്തേക്കും ഞാൻ കാറിലെത്തണം ഗൈസ്. ബില്ലൊക്കെ ചെയ്തിറങ്ങുമ്പോഴത്തേക്കും ഒരുവിധം സമയമാവും. നോക്കട്ടെ, ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യും. ഇവിടെ മറ്റേ പിക്കാച്ചു ഉണ്ട്, പിന്നെ ഡക്ക് ഉണ്ട്, പിന്നെ സിംഹം പോലത്തെ എന്തൊക്കെയുണ്ട്. ഏതെങ്കിലും ഒന്ന് വാങ്ങട്ടെ നമുക്ക്. ഗൈസ് ബ്ലൂ കളർ വാട്ടർ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ വേഗം ബില്ല് ചെയ്യട്ടെ. ഗൈസ് ഞാനിതാ ഇത് എടുത്തിട്ടുണ്ട്. കാര്യം ഇത് ബില്ല് ചെയ്ത് കിട്ടുമ്പോഴേക്ക് ചിലപ്പോൾ സമയം പോകും. 7 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഞാനത് ബില്ല് ചെയ്യണേ. ഇനി എനിക്ക് 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ഗൈസ്. എൻ്റെ 4 മിനിറ്റ് കഴിഞ്ഞു, അല്ല 3 മിനിറ്റ് കഴിഞ്ഞു. ബ്ലാക്ക് മാറ്റ് കിട്ടി ഗൈസ്. ഞാൻ ഇതിന് എത്ര റേറ്റ് ചോദിച്ചോട്ടെ. ബ്ലൂ കളർ വാട്ടർ ബോട്ടിൽ കിട്ടി. 7 മിനിറ്റ്സ് ഇപ്പോൾ കവർ ആവുമെന്നുള്ള എനിക്ക് അറിയാൻ പാടില്ല. ഗൈസിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. 3 മിനിറ്റിന് ഞാൻ ടെഡീനെ വാങ്ങിച്ചിട്ടോ. ഇനിയിപ്പോൾ എനിക്ക് 4 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഓടി പോവാം. വന്ന ഉടനെ തന്നെ എനിക്കൊരു ബ്ലാക്ക് മാറ്റ് കിട്ടി. ഇതിന് 699 ആണ്. എനിക്ക് തിരയാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതന്നെ വാങ്ങിക്കാം കേട്ടോ. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് ഗൈസ്. അപ്പോൾ മിക്കവാറും നമ്മുടെ സമയം എങ്ങനെ പോകുമെന്നുള്ളത് അറിയാൻ പാടില്ല. പക്ഷെ 5 താഴെന്ന് സാധനം മേടിച്ച് പോകുന്നത് ഞാൻ കണ്ടു. വേറെപ്പം എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ മാത്രമായിരിക്കും ഇനി നമുക്ക് ബാക്കി ഉണ്ടാവുക. അതിനുള്ളിൽ താഴെ കാറിലെത്തണം. അങ്ങനെ ഗൈസ് നമ്മൾ സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി വേഗം പോവാട്ടോ. എനിക്ക് 7 മിനിറ്റ് ആയിരുന്നു സമയം ഉണ്ടത്. ഇപ്പോൾ ഇനി ബാക്കി 3 മിനിറ്റ് ബാക്കി സമയമുണ്ട്. ഈ സാധനം ഞാൻ വാങ്ങി നേരെ കാറിലോട്ട് പോവാട്ടോ. ഗൈസ് എനിക്കിനി 2 മിനിറ്റിൻ്റെ അടുത്തേ ബാക്കിയുള്ളൂ. ഞാൻ വാങ്ങിയത് 899 ആണ്. എന്നാലും കുഴപ്പമില്ല, എനിക്കിത് മാത്രമേ കണ്ടുള്ളൂ ഗൈസ്. ഇത്ര പെട്ടെന്നാ ഞാൻ വാങ്ങി വന്ന്. എനിക്ക് 7 മിനിറ്റ് ആയിരുന്നു സമയം ഉണ്ടായിരുന്നത്. ഞാൻ നേരെ ഹാംലീസ് പോയിട്ട് ഞാനൊരു യെല്ലോ ഒരു കുഞ്ഞ് ഡക്കിനെടുത്ത് ബില്ല് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ തപ്പാരൊന്നും നിന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേഗം ഇത് ബില്ല് ചെയ്ത് ഗൈസ് വേഗം ചാടി ഓടി പോന്നി. ഇനി 1 മിനിറ്റും 46 സെക്കൻഡ് ബാക്കിയുള്ളൂ. എന്റെ അമ്മ, അപ്പൊ ഞാൻ കറക്റ്റ് സമയത്തിന് വന്നു ഗൈസ്. ഞാനിത് എത്തിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. നമ്മുടെ കാർ ഇത് അവിടെ ഉണ്ട്. ആരെങ്കിലും അവിടെ എത്തിയോ? 5 എത്താൻ ചാൻസ് ഉണ്ട്. ശ്രീക്ക് എന്തായിരുന്നു കിട്ടിയത്? നീല കുപ്പിയോ? എത്രയെന്ന് കിട്ടാനുള്ള സമയം? 7 മിനിറ്റ്. എല്ലാവർക്കും 7 മിനിറ്റ് ആണ്. 1 മിനിറ്റ് വെറും 1 മിനിറ്റ് എത്ര സെക്കൻഡ് ആയിരുന്നു? 10 സെക്കൻഡിനുമാണ് ഗൈസ് ഞാൻ വാട്ടർ ബോട്ടിൽ മേടിച്ച് 2-3 നിലയിൽ താഴെ എത്തി. ഇത് ഞാനിവിടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടോ. ഞാൻ ഹാംലീസിലായിരുന്നു. ഞാൻ അതിന്റെ മുകളിലായിരുന്നു. എന്തായാലും കഴിച്ചില്ല ഗൈസ്. ഇനി ഷാമിയോടെ 32 സെക്കൻഡും കൂടെ ബാക്കി. ഷാമി വന്നിട്ടില്ല ഗൈസ് ഇതുവരെ. ബ്ലാക്ക് മാറ്റ്. ഓ ഇവിടെ നെസ്റ്റോല് പോകാനേ പറ്റില്ലല്ലോ. അത് എവിടെ? ലാസ്റ്റ് 20 സെക്കൻഡ്സ്. മിനിസോയും ഓക്കെയാണ്. മിനിസോല് ചിലപ്പോഴേ കിട്ടുള്ളൂ, ഉറപ്പിക്കാൻ പറ്റില്ല. എന്തായാലും ഞങ്ങള് കഴിച്ചില്ല ഗൈസ്. ഇനിയിപ്പോ ഒരു 12 സെക്കൻഡും കൂടി ഉണ്ട്. അപ്പോഴേക്ക് ഷാമി വന്നു കഴിഞ്ഞാൽ ഓളും ഓക്കെയാണ്. 12 സെക്കൻഡ്. 8 7 6 5 4 3. അയ്യോ
ഷാമി ഡിസ്ക്വാളിഫൈ ആവാൻ പോകുന്നു. ഷാമി ഡിസ്ക്വാളിഫൈഡ് ആയി guys. ഷാമി ഡിസ്ക്വാളിഫൈഡ് ആയി. അയ്യോ ഇനിയിപ്പോ സങ്കടാവും കേട്ടോ. ഓക്ക് ടഫ് ആയിട്ടാ കിട്ടിയത്. കാരണം നെക്സ്റ്റ് ആണെങ്കിൽ ഓടിപ്പോയി വാങ്ങി വരാം. അല്ലാതെ വേറെ കടകളൊന്നും ഇല്ല ഇവിടെ. ഷാമി വരുന്നുണ്ട് ഗൈസ്. പക്ഷേ സമയം കഴിഞ്ഞു പോയി. ഓടി വരുന്ന പാവോ. നല്ല ലേറ്റ് ആയി. ഡിസ്ക്വാളിഫൈ കഴിഞ്ഞു. സമയം കഴിഞ്ഞു. അയ്യോ ഞാൻ എവിടെ പോയത് അറിയോ? മോളില് എനിക്ക് തോന്നിയത് എവിടെ ഹോം സെന്ററിൽ പോയത്. 890 പൈസ പോയി. ഡിസ്ക്വാളിഫൈഡ് ആയി. അത് ഏകദേശം 1 മിനിറ്റിനടുത്ത് ലേറ്റ് ആയി. 2 മിനിറ്റ് ഉണ്ട് വിചാരിച്ചേന്. അതാണ് പെട്ടെന്ന് നമ്മൾ ഓടുമ്പോ മനസ്സിലാവൂല ഗൈസ്. ഞാൻ വിചാരിച്ച 3 മിനിറ്റ്. ഇപ്പം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ മോളിൽ എൻ്റർ ചെയ്തപ്പോ തന്നെ ഞാൻ ടൈമർ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ആണല്ലേ. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ ഷാമി തോറ്റിരിക്കുകയാണ്. എന്റെ പൈസ പോയി. വെൽ ട്രൈഡ്. ഇനി അടുത്ത റൗണ്ടിലോട്ട് ഇറങ്ങാലോ. ഇവിടെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് ഞാൻ വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ഓടി. ആ സമയത്ത് അവിടെ ആരുമില്ല. അപ്പൊ തിരിച്ചു ഓടി. അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നതിന് അതിന്റെ ഇടയിൽ കൂടെ ഇറങ്ങി ഓടി വന്നതാ. ഞാൻ ആരും കണ്ടിട്ടില്ല. കാരണം ഞാൻ ഓടുന്ന തിരക്കിലിരുന്നു. എനിക്ക് ആരും നോക്കാനൊന്നും സമയമില്ല. ഞാൻ വാങ്ങിയ സാധനം ബ്ലൂ ബോട്ടിൽ. മിനിസ പോയിണ്ടാവും. ഇല്ല, ഞാൻ മുകളിലുള്ള കടയിൽ പോയി. ഞാൻ ഏറ്റവും മുകളിലുള്ള കടയിലാണ്. യെല്ലോ ടെഡി ആയിരുന്നു. ഞാൻ മാത്രം പോയി. നല്ല സങ്കടം കേട്ടോ. അത് ശരിക്കും വല്ലാത്തൊരവസ്ഥയാണ്. ടൈം കഴിഞ്ഞിട്ട് കേറാന്ന് അത് പറയുന്നത്. നമ്മൾ അത്രയും ട്രൈ ചെയ്തിട്ടും അതെ ആദ്യമായിട്ടാണ് തോന്നുന്നു ഷോപ്പിംഗ് ചലഞ്ചിൽ സമയം തെറ്റി കേറുന്നതല്ലേ. അതെ. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ് ഗൈസ്. റെഡി അല്ലേ? 3 ലോട്ട് ഉണ്ട്, എടുത്തോ. എനിക്ക് പേടിയൊന്നുമില്ല. എന്താ യെല്ലോ കളർ ടോപ്പ്? എനിക്ക് ഇതൊക്കെ യെല്ലോയാ. പിങ്ക് ഫ്ലവർ വേസ്. എനിക്ക് റെഡ് കളർ മഗ്. എനിക്ക് പിങ്ക് ഫ്ലവർ വേസ് ഗൈസ്. ആ ഓക്കേ ഓക്കേ ഓക്കേ. റെഡ് കളർ മഗ്ഗാ. ഇത് സമയം എന്താ? മഗ് പറയുമ്പോ ആ മഗ് മഗ്. ഇതിപ്പോ ഞാൻ യെല്ലോ കളർ ടോപ്പ് എവിടുന്ന്? യുവർ ടൈമർ. ഓക്കേ താങ്ക്യൂ. പോണേ. ഇറങ്ങാനായിണ്ടോ? ആ ശരി. നേരെ നെസ്റ്റോയിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഇത് അതും പറ്റൂല. നമുക്ക് നേരെ മാക്സ് പോവാം. മാക്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതിൻ്റെ തൊട്ട മുന്നേ തന്നെ ഒരു മിനിറ്റ് അറിയാം. സമയം എത്രയാ? എനിക്ക് 10 മിനിറ്റ് എല്ലാവർക്കും. അപ്പോൾ 10 മിനിറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ. റെഡ് കളർ മഗ് നേരത്തെ പോയ സ്ഥലത്ത് തന്നെ പോയാലോ? ഗൈസ് മാക്സ് എവിടെയിരുന്നു? നമുക്ക് ഷീമാർട്ടിൽ പോവാട്ടോ. അവിടെ യെല്ലോ കളർ ടോപ്പ് കിട്ടാൻ നോക്കാം. ടൈം എത്ര മിനിറ്റ് എന്നുള്ളത് നോക്കാനുള്ള സമയമുണ്ട്. 10 മിനിറ്റ് ഗൈസ്. 10 മിനിറ്റ് കൊണ്ടാണ് ഞാൻ യെല്ലോ കളർ ടോപ്പ് വാങ്ങിയിട്ട് കാറിലെത്തേണ്ട. ബില്ല് ചെയ്തിട്ടൊക്കെ കിട്ടുമെന്ന് ദൈവത്തിനറിയാം. ഞാൻ നേരത്തെ പോയ സ്ഥലത്തല്ല ഞാൻ പോകുന്നത്. അത് കുറേ മുകളിലാണ്. വേറെ സ്ഥലത്ത് പോവാം. പിങ്ക് കളർ വേസ് അല്ലേ? ഓക്കെ. വേറെ സ്ഥലത്തിൻ്റെ ഉള്ളിലുണ്ട് ഗൈസ്. ഞാൻ ഇത് നടക്കുന്നതിനിടയിൽ ഞാനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വേറെ ഏത് സ്ഥലത്തൊന്നും കൂടെ റെഡ് കളർ മഗ് കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഞാനിത് അവിടെ ഒരു കടയിൽ എത്തിയിട്ടുണ്ട്. ഒരു യെല്ലോ കളർ ടോപ്പ്, ഒറ്റൊരു യെല്ലോ കളർ ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് വാങ്ങി പോകുന്നു. ഇത് 10 മിനിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആണെന്നാണ് തോന്നുന്നത്. 5 യെല്ലോ ടോപ്പ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെടുമെന്നൊരു സംശയമുണ്ട്. നോക്കി നോക്കാം. എല്ലാവരും ഞങ്ങൾ ഓടുന്നത് കണ്ടിട്ട് എന്താ സംഭവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ ഇപ്പോൾ ഇവർക്ക് പറ്റിയത്? എന്തിനാ അവർ മുകളിൽ കിടന്ന് ഓടുന്നതെന്നൊക്കെ ചമ്മലാവുന്നുണ്ട് കുറച്ച്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തേ പറ്റും. ചേച്ചി ഒരു യെല്ലോ കളർ ടോപ്പ് വേണം. അതാ തരുന്നു ചേച്ചി. ഒരു യെല്ലോ കളർ ടോപ്പിന് വേണ്ടി ഞാൻ ഓടി നടക്കുക. ടോപ്പ് കാണുന്നുണ്ട്, പക്ഷെ ഇവർ ഭംഗിയുള്ളത് കിട്ടുന്നില്ല. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ സമയം. ആ സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ വാങ്ങണം. പിങ്ക് വേസ് ഞാൻ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. വേസ് മുന്നേ വരുമ്പോൾ കിട്ടി. ഇതിനെത്ര രൂപയാണ്? 150 രൂപ കിട്ടി ഗൈസ്. ഞാൻ പോവാണേ. ഗൈസ് റെഡ് കളർ മഗ് ഇവിടെ നിന്ന് ഞാൻ തപ്പി പിടിക്കണം. കിട്ടി കിട്ടി. റെഡ് കളർ മഗ് കിട്ടി. വേറെ ഇതുണ്ടോ കുഞ്ഞി? ഇല്ല, തന്നെ മതി. അഹങ്കാരാണ് ഞാൻ വേറെ തപ്പുന്നത്. റെഡ് കളർ മഗ്. ഈ ടോപ്പ് എടുത്ത് ഗൈസ്. ഇത് യെല്ലോ ആണ്. വേറെ രണ്ടാളും കൂടെ ഡിസ്ക്വാളിഫൈ ആവാൻ ചാൻസ്. 3 മിനിറ്റ് ബാക്കിയുള്ളത്. വേറെ അതിപ്പോൾ 2 മിനിറ്റ് ഉണ്ടോ? താങ്ക് യു. ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ കഴിച്ചിലാക്കി ഗൈസ്.
ഒരു റെഡ് കളർ മഗ്ഗും പിടിച്ചിട്ട് ഓരോ സാധനങ്ങളും പിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ മോളിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. താങ്ക് യു. അങ്ങനെ ടോപ്പ് കിട്ടി. ഇനി നമുക്ക് 3-4 മിനിറ്റ് ബാക്കിയില്ല കേട്ടോ. ഞാൻ നേരെ എസ്കലേറ്റർ ഇറങ്ങാൻ പോവാം. ലേറ്റായി. ഞാൻ മിക്കവാറും ഡിസ്ക്വാളിഫൈ ആവും. നേരത്തെ നമ്മളെ ബില്ല് ഞാൻ നിന്ന സമയത്ത് 2 മിനിറ്റ് ആയിരുന്നു സമയം എടുക്കുന്നത്. ഇപ്പം 2 മിനിറ്റ് മിക്കവാറും കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഉറപ്പാണ്. ഈ റെഡ് കളർ മകവും പിടിച്ച് ഞാൻ എന്തിനോ വേണ്ടി ഓടുകയാണ്. ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നത് വേണ്ട, വെറുതെ പൈസ ചിലവാക്കല്ലെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ പിന്നെ അധികം നോക്കാൻ കാര്യം സമയം പോകും. അപ്പം ഞാൻ വേഗം ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. -2 എത്തണേ. 10 മിനിറ്റോ അങ്ങനെ എന്തോ ബാക്കിയല്ലോ. എത്ര മിനിറ്റ് ബാക്കിയുണ്ട്? 3 മിനിറ്റ് 40 സെക്കൻഡ്. 3 മിനിറ്റ് ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ വെറുതെ ഓടിപ്പടഞ്ഞു. ഞാൻ വിചാരിച്ചു എനിക്ക് ആകെ 1 മിനിറ്റ് ബാക്കിയുള്ളൂ. 3 മിനിറ്റ് 20 സെക്കൻഡ് ഉള്ളപ്പോൾ ഷാമിൻ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. 3 മിനിറ്റും 15 സെക്കൻഡും ബാക്കി. എത്രയോ 1 മിനിറ്റ് ഒക്കെ ബാക്കിയുള്ളവരല്ലേ തോന്നിയത്? 3 മിനിറ്റും 7 സെക്കൻഡും ബാക്കിയുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്ക് സമയം. അതെ, അപ്പൊ കണക്ക് തെറ്റിന്റെ ശ്രീ. ഞാൻ ശ്രീ ഒപ്പര പോയത്, ഒപ്പര ബില്ലൊക്കെ ചെയ്തത്. എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ബില്ല് ചെയ്യുന്ന ബില്ല് ഞാൻ പറയാം ബില്ല് വേണ്ടെന്ന് പറഞ്ഞോടി. അപ്പൊ സെക്യൂരിറ്റിക്ക് ബില്ല് കൊടുക്കണല്ലോ. അപ്പൊ ഒരു പറഞ്ഞു ഞങ്ങള് കൊടുത്തോളാം, നിങ്ങള് പോയിക്കോന്ന് പറഞ്ഞു. 2 മിനിറ്റും 47 സെക്കൻഡ് ഉള്ളപ്പോൾ 3 പേര് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 3 മിനിറ്റിൽ കറി. ഞാൻ വിചാരിച്ച 1 മിനിറ്റ് പോലും കിട്ടൂലാന്ന്. ലിഫ്റ്റിന്റെ അവിടെ നിന്ന് ഞാൻ പിന്നെ ഇറങ്ങി ഓടിയാലെന്ന് വിചാരിച്ചു. പക്ഷെ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ എന്തായാലും പറ്റൂല. നമ്മള് കണക്ക് തെറ്റിപ്പോയി ശ്രീ. ആണില്ലേ? നമ്മള് 10 മിനിറ്റ് എന്നുള്ളത് എന്തോ കുറഞ്ഞിട്ടാണ് ആലോചിച്ചത്. ഞങ്ങൾ അവിടെ ബില്ല് ചെയ്യാനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നിന്ന്. അപ്പൊ ഞങ്ങൾ ഈശ്വര 2 മിനിറ്റും കൂടി ഡിസ്ക്വാളിഫൈ ആവുന്നൊക്കെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. ഞാൻ ആദ്യം മാക്സ് പോവാന്ന് വിചാരിച്ചു. കേറിയപ്പോ മാക്സ് അവിടെ കാണുന്നില്ല. അപ്പോഴേക്കും ഞാൻ കേറി സ്ഥലം മാറിപ്പോയിന്ന്. അപ്പൊ അവിടെ കണ്ടത് ഷീമാട്ടിയിരുന്നു. അവിടെ കയറി ചേച്ചി ഒരു മഞ്ഞ ടോപ്പ് തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി. അപ്പൊ അതിനാണ് നിങ്ങൾ ഇങ്ങനെ ഓടുന്നതെന്ന് പറഞ്ഞിട്ട് മുഖത്തി നോക്കാൻ വേണ്ടി പോയി. അങ്ങനെ 2 റൗണ്ട് ഞാൻ ഓടി. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒന്നും. പിന്നെ എനിക്ക് സമയം പോകല്ലെന്ന് വിചാരിച്ചിട്ട് വേഗം കണ്ടൊരു മഞ്ഞ ടോപ്പ് എടുത്തിട്ട് അയാൾക്ക് കൊടുത്ത് കളറൊന്നും വേണ്ട. മഞ്ഞ ടോപ്പ് ഓഫർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനില്ലേ ഫസ്റ്റ് ഞാൻ നോക്കിയപ്പോ 1980. ഞാൻ വിചാരിച്ചു ഇത്രക്കൊക്കെ വേണം. പിന്നെ രണ്ടാമത് നോക്കിയപ്പോ വിചാരിച്ചു വേണ്ട ഒന്നും. ഞാൻ മേടിച്ച റെഡ് കപ്പ്, ഞാൻ വായിച്ച പിങ്ക് ഫ്ലവർ വേസ് ഒരു തുള്ളി വേറെ കളറില്ലല്ലോ. പ്ലെയിൻ റെഡ് കപ്പ്. ടൈം തെറ്റുള്ള റീസൺ എന്താന്ന് വെച്ചാല് ഫോണിലുള്ള ടൈമാണ് കറക്റ്റ്. എന്റെ വാച്ചിലുള്ള ടൈം 2 മിനിറ്റ് കൂടുതലാണ്. ഞാൻ അത് പാലിക്കാൻ വേണ്ടിട്ട് കുറച്ച് കൂട്ടിയല്ലേ? അതെ, അതുകൊണ്ടാണ് എനിക്ക് ടൈം തെറ്റിപ്പോയത്. കാറിൽ ഇറങ്ങുന്ന സമയം ഈ ഫോണിൽ നോക്കുകയും ചെയ്യുന്നത്, ബാക്കി സമയം വാച്ചിൽ നോക്കി. അപ്പൊ 2 മിനിറ്റ് കൂടുതലല്ലേ? അതാണ് അത് എനിക്ക് ഭാഗ്യമില്ലേ. കുറച്ചുകൂടെ ലാഗ് ആവുമായിരുന്നു. അത് ശരിയാ. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ആരെങ്കിലും ഒരാൾ ഡിസ്ക്വാളിഫൈഡ് ആവുന്ന ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ആയി പോയതല്ലോ. ഞങ്ങൾ ഓടി ഓരോന്ന് നേടി എടുത്തോണ്ടിരിക്കുകയാണ്. റൂമിൽ വെച്ചോ, ടേബിളിന്റെ മുകളിൽ പോവോ, എന്തെങ്കിലും ഇട്ട് വെച്ചോ. ഗൈസ്, ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണുന്നുണ്ട്. പക്ഷെ സംസാരിച്ചേക്കാൻ ഒന്നിനും സമയം കിട്ടില്ല. ഞങ്ങൾ ഒരൊറ്റ ഓട്ടം ഓടാ. ഇവിടെ കുറെ ആൾക്കാരും ഉണ്ട്. സത്യം പറയാലോ. ആൾക്കാർ വരുന്ന സമയത്ത് നമ്മൾ അറിയാം ചാലഞ്ചിന്റെ ഇടയിലോ വേഗം പോകണം. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കാര്യം മനസ്സിലാവും. നമ്മള് ചാലഞ്ചസ് ഇങ്ങനെയാണല്ലോ. അപ്പൊ ഒരു കണ്ട് ശീലമുണ്ട്. അടുത്ത റൗണ്ടിലോട്ട് കിടക്കാം. ചൂസ് ചെയ്തോ. ഞാനായിട്ട് ഷഫിൾ ചെയ്തിട്ടുണ്ട്. എന്താണാവോ ഇനി അടുത്തത്? സല്ലു കളിക്കല്ലേ? ഫ്ലോറൽ പ്രിന്റഡ് ടോപ്പ്, സ്ട്രൈപ്ഡ് ഷർട്ട്, എങ്ങനെ ആനിമൽ പ്രിന്റ് ബുക്കാ? ഞാൻ എത്ര ഡ്രസ് വാങ്ങി കൂട്ടുമെന്തോ. അല്ല, ഇത് മെന്നായാലും വുമണായാലും ഒക്കെ ഒന്നും കുഴപ്പമില്ലല്ലോ. ഒന്നുമില്ല, സ്ട്രൈപ്ഡ് ഷർട്ട് ആയിരിക്കണം. അത്രേ ഉള്ളൂ. ടൈമർ എടുത്തോ. ടൈമർ ഞങ്ങൾക്ക് ഇതിന് പ്രൈസ് മണി വേണം. അതെ, അത് വേണം. ഇതിൽ ആരാ ജയിക്കുന്നത് വെച്ചാ ഇറങ്ങിക്കോ. പിന്നെ എനിക്ക് കിട്ടിയത് ടോപ്പാണ് കേട്ടോ. വല്ലാത്തൊരു കഷ്ടമുണ്ട്. ഞാൻ അതേ കടയിൽ തന്നെ പോകും. പക്ഷെ ഫ്ലോറൽ ടോപ്പ് അവിടെ ഉണ്ട്.
എന്നാ വരൂ. ഫ്ലോറൽ ടോപ്പ് അവിടെ ഉണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമുക്ക് ഒന്നെങ്കിൽ അവിടെ തന്നെ പോകാം, കാര്യം അവിടെ അത്ര തിരക്കില്ല. ഓരോ ഓടാൻ തുടങ്ങി guys. ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓടാൻ ഇനി നിൽക്കുന്നുള്ളൂ. എല്ലാവരും നോക്കുന്നു, ഒരു ലിഫ്റ്റ് കയറുന്നു. അപ്പം ഞാൻ പോട്ടെ. 5:06 സമയം നോക്ക്. ഞാൻ നോക്കാം. 15 മിനിറ്റ് സമയമുണ്ട്. 15 മിനിറ്റ്. ഞാൻ സെക്കൻഡ് ഫ്ലോറിലോ. ശരി, ഞാൻ പിന്നെ ആ കടയിൽ തന്നെ പോവാണ് ഗൈസ്. കാര്യം അവിടെ തന്നെ ഉണ്ടാവേണ്ടതാണ്. സെക്കൻഡ് ഫ്ലോർ അല്ല, എനിക്ക് 3rd ഫ്ലോർ വരും. കുഴപ്പമില്ല. ഞാൻ 3rd ഫ്ലോറിൽ ഇറങ്ങാം ഗൈസ്. നമ്മൾ സാധാരണ പോകുന്ന സ്ഥലത്ത് പോവാം. 15 മിനിറ്റ് സമയമാണ് ഗൈസ് ഉള്ളത്. അത് ഞാൻ വിചാരിച്ച അത്ര ഒരു തിരക്കില്ല. അപ്പോൾ എന്നോട് പെട്ടെന്ന് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫ്ലോറൽ പ്രിന്റ് ടോപ്പ് എന്ന് പറഞ്ഞു. നേരത്തെ പോലെ നമുക്ക് അങ്ങനെ അധികം ഓടേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് സെക്കൻഡ് ഫ്ലോർ അല്ല, എനിക്ക് ഫസ്റ്റ് ഫ്ലോർ ചെയ്യുന്നു. ഞാൻ വെറുതെ ടൈം കളഞ്ഞു. ഇവിടെ സ്ട്രൈപ്ഡ് ടീഷർട്ട് കുറേ കാണുന്നുണ്ട്. ഷർട്ട് കിട്ടുമെന്ന് ഞാൻ തപ്പി നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ടീഷർട്ട് വാങ്ങി ഞാൻ പോകും ഗൈസ്. ആനിമൽ പ്രിന്റ് ബുക്കാണ് വേണ്ടത്. നോട്ട്ബുക്കോ ടെക്സ്റ്റ് ബുക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മതിയോ? സാധനം ഇത് ആനിമൽ അല്ലേ? ആ, ഇത് ആനിമലാണ്. ആനിമൽ പ്രിന്റ് ബുക്ക് തന്നെ ആയിരിക്കും. ഇതുപോലെ എനിക്കൊരു ആനിമലിനെ കിട്ടിയിട്ടുണ്ട്. ചീറ്റയല്ലേ ഇത്? ചീറ്റാനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് മതി. ഇതിൻ്റെ ഒരു ഫൺ പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ വാങ്ങിയ ടോപ്പിന് ഫ്ലോറൽ പ്രിന്റ് ഉണ്ട്. അപ്പം ഞാൻ അതേ സാധനം തന്നെ പിന്നെയും പോകാം. ഇത്തിരി കൂടെ സമയമുണ്ട്. അപ്പോൾ നമുക്ക് ആലോചിച്ചിട്ട് നല്ല ഭംഗിയുള്ളതൊക്കെ നോക്കിയെടുക്കാം. സ്ട്രൈപ്ഡ് ഷർട്ടൊന്നും കാണുന്നില്ല ഗൈസ്. അതായത് ചെക്സ് കാണുന്നത്, പക്ഷേ സ്ട്രൈപ്ഡ് കാണുന്നില്ല. ഞാൻ അപ്പുറത്ത് കയറിയോട്ടെ. സമയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബില്ലിങ്ങിലാണ് സമയം പോയി പോവാം. അപ്പം ഞാൻ വേറെ ഷോപ്പിൽ കയറി വെക്കാം കേട്ടോ. ഈ ടോപ്പ് ഓക്കെ കേട്ടോ. ഇത് ഫ്ലോറൽ പ്രിന്റ് ആണ്. ഇതെടുക്കാം. ഇത്ര പെട്ടെന്ന് ഈ ഒരു ബുക്ക് കിട്ടുന്നുള്ള ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതന്നെ എനിക്കൊരു ഉദ്ദേശം ഉണ്ടാവും. ഇനി ആനിമൽ പാറ്റേൺ വല്ലതാണ് ഇനി ഉദ്ദേശിച്ചത്. പഠിച്ചോനെ ഇനി ഓടേണ്ടി വരുമോ? ഇവിടെ ഏതെങ്കിലും ഒരു സ്ട്രൈപ്ഡ് ഷർട്ട് ഉണ്ടോ ഗൈസ്? ഇവിടെ ഒരു സ്ട്രൈപ്ഡ് ഷർട്ട് കാണുന്നുണ്ട്. ഇത് മെന്നിൻ്റെതാണ് കേട്ടോ. ആരതാണെങ്കിലും വേണ്ടിയില്ല, ഞാൻ ഇത് എടുക്കുകയാണ്. അങ്ങനെ ഗൈസ്, ഞാൻ ഫ്ലോറൽ പ്രിൻ്റുള്ള ടോപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് 5 മിനിറ്റിൻ്റെ മുകളിൽ സമയം ഉണ്ട് കേട്ടോ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, മെല്ലെ നടന്നു പോവാം. അങ്ങനെ ഗൈസ്, ഞാൻ ഈ ഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് പോയിട്ട് ഇത് ബില്ല് ചെയ്യാം. വീണ്ടും ഞാൻ ലിഫ്റ്റിലോട്ട് തന്നെ പോവാണ്. കാര്യം സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് പോയാൽ മതി. പക്ഷെ പൈസ ഭയങ്കരമായി ഗൈസ്. ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ മുകളിൽ പൈസ ആയിപ്പോയി. ഒരു എത്ര 2000 രൂപയായിട്ടോ ടോപ്പിൽ. എത്തുന്നില്ല ഗൈസ്. ഞാൻ പോയതാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ്. കാര്യം മറ്റേ സ്ഥലത്തൊക്കെ 2-3 പ്രാവശ്യം ഞങ്ങളിപ്പോൾ പോയതാണ്. അപ്പോൾ എനിക്കെന്തോ പിന്നെ അങ്ങോട്ട് തന്നെ പോകാനൊരു ചടപ്പ്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഒന്ന് കാറിലെത്തി കിട്ടിയാൽ മതിയായിരുന്നു. ഇനി എന്തായാലും 5 മിനിറ്റിൻ്റെ അടുത്ത് സമയം കേട്ടോ. അതുകൊണ്ട് മെല്ലെ നമുക്ക് ലിഫ്റ്റൊക്കെ ഇറങ്ങി സമാധാനത്തിൽ ഓടാതെ പോകാം. ഗൈസ്, സാധനം കിട്ടി ഗൈസ്, സാധനം കിട്ടി. പക്ഷെ എത്ര ടൈം ഉണ്ട് എന്നുള്ളത് ഞാനൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഇത് ബില്ല് ചെയ്തിട്ട് നേരെ കാറ് കയറാണ്. കാറ് കയറിയിട്ട് എത്ര ടൈം ഉണ്ട് എന്ന് നോക്കാം. എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് ഓടാൻ പോവാം. ശല്യം അക്ഷമനായിട്ട് കാത്തിരിക്കാൻ തോന്നുന്നു. ഏകദേശം ഞാൻ എത്താനായി. ആരോടെ എത്തിയുണ്ടോ? വേറെ ആരെങ്കിലും എത്താൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഷാമിയും ഹഞ്ചിയും ഒക്കെ സെക്കൻഡ് ഫ്ലോറിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നെക്കാട്ടി ഫാസ്റ്റായിട്ട് അവർക്ക് തിരിച്ചെത്താൻ എന്തായാലും പറ്റും. ഞാൻ എത്തി. യെസ്, ആരോ കയറുന്നുണ്ട്. ഞാനെത്തി. എല്ലാരും വന്ന് സല്ല് തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഞങ്ങളെത്തി. ഇനി എത്ര സമയം ബാക്കിയുണ്ട്? 8 മിനിറ്റിന്റെ അടുത്ത് ബാക്കിയുണ്ട്. ഞാൻ 3rd ഫ്ലോറിൽ പോയിട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ പോയവിടെ തന്നെ പോയി. ആനിമൽ പ്രിന്റ് അതൊക്കെ ചീറ്റാന്റെ ബുക്ക് മേടിച്ചിട്ടുണ്ട്. ഇത് എവിടുന്നാണ് കിട്ടിയത്? ഞാൻ സ്കൂൾ മാർക്ക് ഏറ്റവും ടോപ്പിൽ പോയി. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയി പോയി. പക്ഷെ ഞാൻ വെറുതെ നേരം വൈകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. നല്ല രസമുണ്ട്. ഫ്ലവറോടെ ഫ്ലവർ ഇഷ്ടംപോലെ ഫ്ലവറാ. ഫ്ലവർ അല്ലാത്തൊരു സാധനം ഇതിലില്ല. ഒരു സാദൃശ്യം. ഇത് മഞ്ഞയാണ്. മഞ്ഞ ചീറ്റി മഞ്ഞ ഫ്ലവറും. എനിക്കെന്താ കിട്ടിയൊക്കെ മഞ്ഞാന്ന് തോന്നുന്നു. എനിക്ക് ഫസ്റ്റ് കിട്ടിയത് തന്ന സമയം കൂടി പോയെന്ന് എനിക്ക് തോന്നുന്നേ. ഞങ്ങൾ ഇതിലെ എക്സ്പേർട്സ് ആണ്. അതാണ് സംഭവം. 5 മിനിറ്റ് 25 സെക്കൻഡും ബാക്കിയുണ്ട്. ഷാമി ഇതുവരെ എത്തിയില്ല. ഷാമിക്ക് എന്തായിരുന്നു കിട്ടിയത്?
ഷാമിക്ക് എന്തായിരുന്നു കിട്ടിയിരുന്നത്? എനിക്ക് ഓർമ്മയില്ല. സ്ട്രൈപ്ഡ് ഷർട്ട്. അയ്യോ ഞാൻ പറയട്ടെ, അല്ല ഞാൻ കേറിയിട്ട് ഇത് തപ്പുന്ന സമയത്ത് ഒരു വെള്ള സ്ട്രൈപ്ഡ് ഷർട്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഷാമിക്ക് ഇങ്ങോട്ട് വന്നാ മതി, അത് എടുത്തിട്ട് പോവാന്ന്. ഇതിപ്പോ എവിടേക്ക് 5 മിനിറ്റോ 7 സെക്കൻഡും ബാക്കി. ഞാൻ എവിടെയും ലാഗായിട്ടൊന്നുമില്ല ഗൈസ്. ഞാൻ വാങ്ങിയ ഡ്രസ്സിനാണെന്നുണ്ടെങ്കിൽ 30% ഓഫൊക്കെ ഉണ്ട്. മിനിറ്റും 12 സെക്കൻഡും ബാക്കിയുള്ളപ്പോൾ ഷാമി ആടിപ്പാടി വരുന്നു ഗൈസ്. നേരെ വൈകുന്നു ഒന്നോള് വിചാരിച്ചത്. ടൈം പോയി. അങ്ങനെ പേടിപ്പിക്കട്ടോ, അങ്ങനെ പേടിപ്പിക്കാം. 15 മിനിറ്റ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. എത്ര എവിടെ പോയി? 3 മിനിറ്റും 55 സെക്കൻഡും ബാക്കി. ശരിക്കും മേടിച്ചു കേട്ടോ, ടൈം തീർന്നു പറഞ്ഞപ്പോ. എന്താ വാങ്ങിയത്? സ്ട്രൈപ്ഡ് ഷർട്ട് അല്ലേ പറഞ്ഞത്? സ്ട്രൈപ്ഡ് ഷർട്ട് ആണോ? കണ്ടോ, പിങ്ക് കളർ വരെ കണ്ടോ. എന്തായാലും ഞങ്ങൾ സക്സസ്ഫുള്ളി ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് എത്ര മിനിറ്റ് ആയിരുന്നു സമയം? 7 മിനിറ്റ്. പിന്നെ നമുക്ക് 10 മിനിറ്റ്, പിന്നെ 15 മിനിറ്റ്. അതെ, 7 മിനിറ്റിൽ ഞാൻ ഏറ്റവും മുകളിൽ പോയി വന്നു ഗൈസ്. അതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം. എന്തായാലും ഞാൻ 15 മിനിറ്റ് ഉള്ള സമയത്താണ് ഞാൻ ഏറ്റവും മുകളിലേക്ക് പോകുന്നത്. അതൊരു നല്ല തീരുമാനമായിരുന്നു. എനിക്ക് സെക്കൻഡ് ഫ്ലോർ വരെ എത്തേണ്ടി വന്നുള്ളൂ, തേർഡിലോട്ട് ഞാൻ പോയിട്ടില്ല. ഗൈസ്, അങ്ങനെ ഓരോരോ റൗണ്ടിലെ സാധനങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് 7 മിനിറ്റ് ആയിരുന്നു. ആ 7 മിനിറ്റിൽ ഞാനൊരു ബ്ലാക്ക് കളർ മാറ്റ് വാങ്ങി വന്നു ഡിസ്ക്വാളിഫൈഡ് ആയി ഗൈസ്. നല്ല മാറ്റ്, നല്ല മാറ്റ് 590 മാറ്റാണ് ഗൈസ്. പക്ഷെ അതുകൊണ്ട് ഉപകാരം ഉണ്ടായില്ല, ഡിസ്ക്വാളിഫൈ ആയി. ഇനി അടുത്ത രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് തന്നത് 10 മിനിറ്റ് ആയിരുന്നു. 10 മിനിറ്റ് കൊണ്ട് ഞാൻ പോയിട്ട് ഒരു ഫ്ലവർ വേസ് വാങ്ങിക്കൊണ്ടുവന്ന്, അത് പിങ്ക് കളർ ഫ്ലവർ വേസ് ആണ് കേട്ടോ പറഞ്ഞത്. മൂന്നാമത്തെ റൗണ്ടിൽ നമുക്ക് വന്നിരുന്നത് 15 മിനിറ്റ്. ആ 15 മിനിറ്റിൽ എന്നോട് ഒരു സ്ട്രൈപ്ഡ് ഷർട്ട് വാങ്ങിക്കാനാ പറഞ്ഞത്. ഒരു സ്ട്രൈപ്ഡ് ഷർട്ട്, വൈറ്റ് ഷർട്ട്. നല്ല ഭംഗിയുള്ള വൈറ്റിൽ ഇങ്ങനെ പിങ്ക് കളർ വരുന്ന ഒരു ഷർട്ടാണ് ഗൈസ് ഞാൻ വാങ്ങിയത്. ഓക്കെ, അടുത്ത നിന്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് എന്റെ അടുത്ത് ബ്ലൂ വാട്ടർ ബോട്ടിൽ മേടിക്കാനായിരുന്നു പറഞ്ഞത്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ക്യൂട്ട് വാട്ടർ ബോട്ടിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിനടുത്ത് നിന്റെ അടുത്ത് പറഞ്ഞത് റെഡ് മഗ്, പ്യോർ റെഡ് മഗ് ഞാനിത് മേടിച്ചിട്ടുണ്ട്. ഒരു കുത്തും കോമയോ ഒന്നുമില്ല, പ്യോർ റെഡ്, ഫുള്ള് റെഡ് ആയിട്ടുള്ള ഒരു മഗ്ഗാണ് ഞാൻ മേടിച്ചത്. അതിന്റെ അടുത്ത റൗണ്ടിൽ എന്റെ അടുത്ത് പറഞ്ഞത് ഈ ആനിമൽ പ്രിന്റ് ഉള്ള ഒരു നോട്ട്ബുക്ക് മേടിക്കാനായിരുന്നു. ഏത് പ്രിന്റാന്നുള്ള ഞാൻ കുറച്ചൊന്ന് ഡൗട്ട് ആയിരുന്നു. പക്ഷെ എന്നാലും ചീറ്റേന്റെ പ്രിന്റ് ഉള്ള ഒരു നോട്ട്ബുക്ക് ഞാനിത് ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് റൗണ്ടിൽ എനിക്കൊരു ടെഡിനെ വാങ്ങാനായിരുന്നു പറഞ്ഞത്, യെല്ലോ കളറില്. അതായത് നല്ലൊരു സോഫ്റ്റ് ടോയ്, നല്ല സല്ലു. സോഫ്റ്റ് ടോയ് എന്നാണ് സല്ലു ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഞാനൊരു സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഉണ്ടായിരുന്നത് എനിക്കൊരു ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കോയിൻസിഡൻസ് ആയിട്ട് പിന്നെ ഞാൻ പോയി യെല്ലോ കളർ ടോപ്പ് വാങ്ങിച്ചു. ഇത് കണ്ടോ, നല്ല യെല്ലോ കളറിലൊരു ടോപ്പ് വാങ്ങിച്ച്. മൂന്നാമത്തെ റൗണ്ടിൽ എനിക്ക് ടോപ്പ് വാങ്ങിക്കാനായിരുന്നു, അതായത് ഫ്ലോറൽ പ്രിന്റുള്ള ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതും ഞാൻ അതേപോലെ തന്നെ പോയിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റുള്ള ടോപ്പ് വാങ്ങിച്ച്. ഇതൊക്കെ കോയിൻസിഡൻസ് ആയിട്ട് വന്നത് പലതരത്തിലുള്ള മഞ്ഞകളാണ്. ഇത് രണ്ടും ഫ്ലോറൽ പ്രിന്റ് ആണ്. അങ്ങനത്തെ ഒന്ന് ലൈറ്റ് മഞ്ഞ, ഒന്ന് ഡാർക്ക് മഞ്ഞ, ഒന്ന് ഏറ്റവും ലൈറ്റ് മഞ്ഞ, ഈ ഒരു രീതിയിലാണ് ഇപ്പൊ അവിടെ കിടക്കുന്നത്. എന്തായാലും ഇന്നത്തെ ചാലഞ്ച് നല്ല അടിപൊളി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു. നല്ല രസമായിട്ടായിരുന്നു. നല്ല ഓടി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് വേഗം ചെയ്യാം. കുഴപ്പമില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആരെയും നോക്കാതെ ഞങ്ങൾ ഫുൾ ഓടിയിരുന്നു ഇവിടെ. അപ്പൊ ഗൈസ്, ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamia. This is Sanjita. signing off.